സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന വലിയ ആരോപണങ്ങളും പല തെളിവുകളുമൊക്കെ. അതായത് രാഹുൽ മാങ്കൂട്ടം തന്നെ പീഡിപ്പിച്ചുവെന്നും, അതായത് 3 തവണയാണ് ബലാത്സംഗം ചെയ്തത്. എത്ര തവണയാണ്? 3 തവണ. വേടന്റെ വിഷയത്തിൽ എത്രയാണ് നമ്മൾ കണ്ടത്? എത്ര തവണയാണ് ബലാത്സംഗം ചെയ്തുവെന്ന് ആ പരാതിക്കാരി പറഞ്ഞാൽ ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി പറഞ്ഞത് 5 തവണ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു ചെറിയൊരു സാമ്യം നമുക്ക് എല്ലാ കേസുകളിലും കാണാൻ സാധിക്കും. അതായത് ആയുധം. ആരാണ് ആയുധം? ഇവിടെ മറ്റേ ഇരുമ്പ് കൊണ്ടുള്ളതോ അല്ലെങ്കിൽ വടി അല്ലെങ്കിൽ തടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല ആയുധം. ഇവിടെ സ്ത്രീയാണ് ആയുധം. ആർക്കുള്ള ആയുധം? അതായത് രാഷ്ട്രീയത്തിലാണെന്നുണ്ടെങ്കിലും വ്യക്തി ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും എവിടെ സിനിമയിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാ ആളുകളും നേരിടുന്ന അല്ലെങ്കിൽ എല്ലാ ആളുകളും കണ്ടെത്തുന്ന ഒരു മാർഗം, ഒരു ആയുധം എന്നൊക്കെ പറയുന്നത്, വജ്രായുധം എന്നൊക്കെ പറയുന്ന സ്ത്രീകളെയാണ്. അതേ രീതിയിൽ തന്നെ ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് സരിത എന്ന് പറയുന്ന ഒരു ആയുധത്തിനെ ഉപയോഗിച്ചു. ഇന്നിതാ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാനും അതേ ആയുധം തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവും വേറെ സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും അവർ തമ്മിൽ അവിഹിത ബന്ധമായിരുന്നുവെന്നും അങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ ഒരു വിഷയം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവിഹിത ബന്ധമൊന്നുമില്ല, അവർ തമ്മിൽ ബന്ധത്തിലായിരുന്നു, വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ പറ്റിച്ചു എന്നായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞത്. എന്നാൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി എന്ന് പറയുന്ന അവതാരികയുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടുകയും ആ സംവാദത്തിനിടയിൽ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെടുന്ന പെൺകുട്ടി ഓൾറെഡി വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ വിവാഹിതയായ ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവ് അറിയാതെയാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ടൊരു ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് വന്നതെന്നും അങ്ങനെ വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എങ്ങനെ കെട്ടാൻ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ആ പെൺകുട്ടിയെ കെട്ടുന്നതെന്നുമാണ് രാഹുൽ ഈശ്വർ ചോദിച്ചത്. എന്നാൽ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ വിറളി പിടിച്ച, പേടിച്ച സ്മൃതി എന്ന് പറയുന്ന അവതാരിക, റിപ്പോർട്ടർ ചാനലിന്റെ അടിമ, പെട്ടെന്ന് പറയുന്നുണ്ട്, രാഹുൽ ഈശ്വർ ഇവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ട എന്നുള്ളത്. ഇവിടെ രാഹുൽ ഈശ്വർ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ കാണിച്ച ആ ഒരു വ്യഗ്രത, അവിടെ ഒരു പ്രൈവസി ഇല്ലായിരുന്നോ? അവർക്കൊരു വ്യക്തി ജീവിതം ഇല്ലായിരുന്നോ? അവരുടെ ജീവിതത്തെ പറ്റി നിങ്ങൾ പ്രതിപാദിച്ചപ്പോൾ അയാൾക്കൊരു ജീവിതമുണ്ട്, അയാൾക്കൊരു ഫാമിലി ഉണ്ട്, അയാൾക്കൊരു സമൂഹമുണ്ട്, ആ സമൂഹത്തിൽ അയാൾക്കൊരു വാല്യൂ ഉണ്ട്. ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? അതേസമയം ഒരു പെണ്ണിന്റെ വിഷയം വന്നപ്പോൾ ആ പെണ്ണിന്റെ പ്രൈവസിയാണ്, ഇരയുടെ പ്രൈവസിയാണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്മൃതി മെഴുകിയത്. അതിനുള്ള മറുപടി അവിടെ തന്നെ രാഹുൽ ഈശ്വർ കൊടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ എന്തോ വലിയ മറ്റേതാണ്, ഞാൻ വലിയ ടീമാണ്, എനിക്കെതിരെ വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ കൊടുക്കും, അല്ലെ രാഹുലിനെ ഞാൻ അങ്ങ് പൊട്ടിക്കും, ഞാൻ വലിയൊരു ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവനടി എന്ന് സ്വയമേ മുദ്ര കുത്തിക്കൊണ്ട് നടക്കുന്ന, അല്ലെ സ്വയമേ അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന റിനി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയും കൂടി രംഗത്തേക്ക് വന്നു. റിനി പറഞ്ഞത്, റിനിക്ക് ഇപ്പോഴും പേര് പറയാൻ പേടിയാണ് അത്രേ. കാരണം ഒരു പേരും പറയാതെ, ഒരാളുടെ പേരിലും അലിഗേഷൻ പറയാതെ തനിക്ക് ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിലുള്ള ജനങ്ങളും രാഷ്ട്രീയത്തിലുള്ളവരും എല്ലാം എന്നെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്, അല്ലെ എന്നെ വല്ലാതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ ഈ പറഞ്ഞ റിനി പറഞ്ഞത്, യുവനടി എന്ന് പറയുന്ന റിനി പറഞ്ഞത്. അപ്പോൾ റിനി അതിൽ വേറൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി അപ്പോൾ ശരിക്കും ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അതിനുള്ള മറുപടി ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല, സത്യം എന്താണ് അല്ലെങ്കിൽ കള്ളം എന്താണ്, ആരെ കൊടുക്കാനുള്ള പരിപാടികളാണ് ഈ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ള ജനങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ റിനി എന്ന് പറയപ്പെടുന്ന ഇങ്ങനെയൊക്കെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു സ്ത്രീ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കൾച്ചർ അല്ല, അവരുടെ രീതി അത് തന്നെയാണ്. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആ പറയാനുള്ളത് തന്നെ പറയും. കാരണം മാധ്യമങ്ങളിലൊക്കെ പല വീഡിയോസും ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, ഞാനത് വെറുതെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഹണി റോസ് എന്താണ് ചെയ്തത് അതിന്റെ അതേ പാത പിന്തുടരുന്ന ഒരു സ്ത്രീയായിട്ട് തന്നെയാണ് റിനി ആൻഡ് ജോർജിനെ ഞാൻ കാണുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളും അങ്ങനെ ആയിരിക്കും കേട്ടോ കാണുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ റിനി പറയുന്നതിൽ എന്ത് വ്യക്തതയാണുള്ളത്? ഒരാളുടെ പേര് ഇപ്പോഴും പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായി കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് വരെ തെളിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. തെളിയുന്ന രീതിയിലല്ല, തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. എന്നിട്ട് കൂടിയും റിനിക്ക് അലിഗേഷൻ പറഞ്ഞ, അല്ലെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. റിനിക്ക് പേടിയാണ്, ജീവിതത്തിൽ പേടിയാണ്, അല്ലെ ജീവനെ പേടിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോഴേ അറിയാം, ഇത് എവിടുന്നോ ആരോ പറഞ്ഞു വിട്ട് തിരികേറ്റി വിട്ടതിന്റെ ഫലമായിട്ട് എന്തോ വന്ന് പറയാൻ വന്നതാണ്. പക്ഷെ പണി കിട്ടി, അടപടലം മൂഞ്ചി എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ നൈസായിട്ട് തടി തപ്പുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പൊ റിനി ആൻഡ് ജോർജ് എന്താണ് ഇതിൽ പറയുന്നതെന്നും രാഹുൽ ഈശ്വർ എന്താണ് മറുപടി കൊടുക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം റിനിയുടെ വാക്കുകളിലേക്ക് പോയിട്ട് യുവനടിയുടെ വാക്കുകളിലേക്ക് പോയിട്ട് നമുക്ക് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിലേക്ക് പോകാം. അപ്പൊ പോകാം റിനി ആൻഡ് ജോർജിന്റെ വാക്കുകളിലേക്ക്.
ഞാൻ ആക്ച്വലി എനിക്കറിയാവുന്ന ഒരു കാര്യം സമൂഹത്തെ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു നിയമപരമായിട്ട് പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് മെസ്സേജുകൾ വന്നു എന്നുള്ളതാണ്. അങ്ങനെ ശാരീരികമായ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാപ്പുകളിലേക്ക് ഞാൻ വീണില്ല. ഞാൻ വിദഗ്ധമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ അങ്ങനെ നിയമപരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു പേര് പറയാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ അങ്ങനെ ആരെയും ഡീഫെയിം ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള വേട്ടക്കാരെ തിരിച്ചറിയണം. പ്രത്യേകിച്ചും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന പുരുഷന്മാര് ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രശസ്തിയൊക്കെ കണ്ട് അവരുടെ അടുത്ത് വീണു പോകുമ്പോൾ അവർക്ക് അതിലും വലിയ ഇൻഫ്ലുവൻസസ് ഉണ്ടെന്നും നമ്മളെ ചവിറ്റുകൊട്ടയിൽ എറിയാൻ അവർക്ക് സാധിക്കുമെന്നും ഉള്ളത് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ എൻ്റെ അടുത്ത് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ഈ പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ചുള്ളതുമുണ്ട്, അല്ലാതെ ഈ മറ്റു വ്യക്തികളെക്കുറിച്ചുള്ളതും ഈ വ്യക്തിയുമായി അടുപ്പത്തിൽ നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ളതുമായ ഒരുപാട് വിവരങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ പെൺകുട്ടികൾ ആരും തന്നെ പരാതിയായി മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല. ഭയമാണ് അവർക്ക്. വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ള. ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ നീക്കം ചെയ്യണം. അതൊക്കെ ആ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഞാനായിട്ടൊരു അഭിപ്രായം അതിനകത്ത് പറയുന്നില്ല. അതല്ലെങ്കിൽ ആ വ്യക്തി സ്വന്തം തെറ്റ് തിരുത്താൻ ഇനിയെങ്കിലും തയ്യാറാവണം. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കാതെ അത് തിരുത്താനെങ്കിലും അറ്റ്ലീസ്റ്റ് തയ്യാറാവണം. അത് പറ്റുന്നില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതൊക്കെ ഒരു പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് അങ്ങനെ പറയുന്നില്ല. ഹോ, ഒരു മദർ തെരേസ വന്നിരിക്കുന്നു. കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടാണ് അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് റിനിയാൻ ജോർജ് പറയുന്നത്. ഇങ്ങനെയുള്ള നടിമാരെയാണ് നമുക്ക് ആവശ്യം, അല്ലേ? അതായത് ജീവിതത്തിൽ അഭിനയിക്കുന്ന നടിമാര്. അത് പുള്ളിക്കാരി സിനിമയിലൊന്നും ഇല്ല കേട്ടോ. ഏതോ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ പറഞ്ഞതിന്റെ പേരിൽ സിനിമാ നടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ സിനിമകളിലൊന്നും കാര്യമായിട്ടുള്ള വേഷങ്ങൾ പങ്കുവെക്കാനോ സിനിമകളിലൊന്നും അല്ലെ സിനിമ രംഗത്തുള്ള ആളുകളുമായിട്ട് ഒന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. ഇത്രയും നാണം കെട്ട ഒരു അവസ്ഥ വേറെ ഉണ്ട്. അലിൻ ജോസ് പെരേരയെ പോലെയാണ് കേട്ടോ. ഞാൻ ഈ പുള്ളിക്കാരി കാണുന്നത് അങ്ങനെ തന്നെയാണ്. അലിൻ ജോസ് പെരേരയുടെ അതേ സ്റ്റെപ്പുകളൊക്കെയാണ് പുള്ളിക്കാരി കാണിക്കുന്നത്. അലിൻ ജോസ് എന്താ ചെയ്യുന്നത്? അവർ പറയുന്നത് ഞാൻ സിനിമാ നടനാണ്, ഞാൻ സിനിമാ നടിയാണ്, അല്ലെ എനിക്ക് ബിഗ് ബോസിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാടി എന്തൊക്കെ വൃത്തികളും മ്ലേച്ഛതരം ഒക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കോമാളിത്തരം കാണിക്കുകയാണ്. പക്ഷെ അവൻ ഇതിനേക്കാളും ഭേദമാണ് കേട്ടോ. ഞാൻ എന്തുകൊണ്ട് അവൻ്റെ പേരിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാണിക്കുന്ന അതേ രീതിയിലാണ് ഈ റിനി ജോർജ് കാണിക്കുന്നത്. അതിന് കുട പിടിച്ചു കൊടുക്കാനായിട്ട് കേരളത്തിലെ മഞ്ഞപ്പത്രങ്ങൾ, അതായത് ഈ റിപ്പോർട്ട് ചാനൽ പോലെയുള്ള മഞ്ഞപ്പത്രം മാധ്യമങ്ങൾ, അപ്പോൾ ഇതിന് മറുപടിയുമായിട്ട് ആണൊരുത്തൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞത്, അതായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞത്, ഈ പറയുന്ന യുവതി, അതായത് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്ന യുവതി അത്ര നല്ല സ്ത്രീയൊന്നുമല്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ അയാളെ വിട്ടിട്ട് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അയാളുടെ പദവിയും കണ്ടുകൊണ്ട് അയാളുമായിട്ടൊരു കിടക്ക പങ്കിടാൻ വന്നൊരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ ഇതിനെ പറ്റി പറയുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിലെ കോലാഹലങ്ങൾക്ക് ശേഷം രാഹുൽ ഈശ്വർ കൊടുക്കുന്ന ഒരു മറുപടിയാണ് രാഹുലിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ആ പെണ്ണ് വിവാഹിത, മീഡിയ മറച്ചു വെച്ച സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ രാഹുൽ ഈശ്വർ എന്തായാലും തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ശക്തമായ തിരിച്ചടി തന്നെ കൊടുക്കും. ഞാനായിട്ട് പറയേണ്ടതെന്ന് വിചാരിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യം, ഈ പെൺകുട്ടിയല്ല, ഇതൊരു മോഡലാണ്, വെറുതെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ നിയമപ്രകാരം ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവിടരുത്. താഴെ ഫേസ്ബുക്കിൽ എഴുതുന്നവരും ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വെളിവിടരുത്. അത് നിയമവിരുദ്ധമാണ്. ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മാരീഡാണ്. ആ മാരീഡ് ആണെന്ന് പറഞ്ഞ ഐഡന്റിറ്റി വെളിയിലാകുന്നില്ല. അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടി മാരീഡ് ആണ്. മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹബന്ധം സ്ഥാപിക്കാനാകുക? യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ 2 പുരുഷന്മാരുടെ ജീവിതം തകർത്ത വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2024-25 നടക്കുന്നത്. ഈ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ 2 പുരുഷന്മാരുടെ ജീവിതം തകർത്തതാണ് ഈ വ്യക്തി. ആ വ്യക്തിയാണ് നമ്മൾ അതിജീവിത എന്ന് വിളിച്ച് പോകുന്നത്. ഇനി അതിജീവിതയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കംപ്ലൈന്റ് വരും, ഞാൻ നേരിട്ടോളാം. ഞാൻ പറയുന്നത് വസ്തുതയാണ്. 1-2 മീഡിയ ചാനലുകളോട് തർക്കിക്കേണ്ടിയും ബഹളം വെക്കേണ്ടിയും ചീത്ത വിളിക്കേണ്ടിയും നോക്കി വന്നു. അതായത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണ്, വേറൊരാളെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് എന്ന് പറയാൻ പോലും മീഡിയ അനുവദിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക.
ആ പെൺകുട്ടി ജോലി എന്ത് ചെയ്യുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് കാര്യം നമ്മൾ നിയമം വിട്ടൊരു കാര്യം ചെയ്യരുത്. നമ്മൾ നിയമം, നീതി, ധർമ്മം, സത്യം വിട്ടൊരു കാര്യം ചെയ്യരുത്. അതുകൊണ്ടാണ് അത് ഈ കേസിലല്ല, ഏത് കേസിലാണെങ്കിലും. ശ്രീ വിജയബാബുവിന്റെ അടക്കമുള്ള കേസിൽ ഞാൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ശരിയല്ല, നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. കാരണം നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ, സത്യത്തിന് വേണ്ടി പോരാടുമ്പോൾ നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ പോരാടാവൂ. അപ്പൊ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ ഭാര്യയാണ്. മറ്റൊരാളുടെ ഭാര്യയായി ഇരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചും ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ വേഗാക്കി വെച്ചും, അതായത് അവിടെ എവിടെയും തൊടാത്ത രീതിയിൽ വേഗാക്കി വെച്ചും ഒക്കെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷമാണ് ഇവർ കുട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ചും ഗർഭത്തെക്കുറിച്ചും ഗർഭഛിദ്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങിയത്. ഈ പെൺകുട്ടി അപ്പോ യഥാർത്ഥത്തിൽ 2 പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണമായതാണ്. ഒന്ന്, ഈ പെൺകുട്ടിയെ കെട്ടിയ ആ മനുഷ്യന്റെ, ആ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത്. ഞാൻ അവരുടെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുള്ളത് നല്ല അഭിപ്രായമാണ്. ആ പയ്യന്റെ ജീവിതം തകർത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം തകർക്കാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? വ്യത്യസ്ത ചാനലുകളിൽ നിന്ന് ഫോൺ വരുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതെടുത്തോളാം. അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ചില ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയല്ലേ. ഞാൻ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ MLA-മാരായ, സത്യമായിട്ടുള്ള കാര്യമല്ലേ പറയുന്നത്, സരിതയെ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം തകർക്കാനായിട്ട്, ആ മനുഷ്യനെ തന്നെ തീർക്കാനായിട്ട് ചെയ്തൊരു പരിപാടി, അതേ രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഇവർ ഈ കരുക്കൾ നീക്കുന്നത്. അതിൽ റിനിയെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് റിനി എന്തൊക്കെയോ വന്ന് മെഴുകുന്നു. നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ടു. എന്താണ് പറയുന്നതെന്ന് പോലും പുള്ളിക്കാരിക്ക് അറിയില്ല. എന്തോ ഇരുന്ന് ഇങ്ങനെ മെഴുകുകയാണ്. ഞാൻ എന്തോ വലിയ മറ്റേതാണ്, ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു തേങ്ങയുമല്ല റിനി നീ, നിനക്കൊക്കെ നാണമുണ്ട്. ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണെന്ന് പറയാനെങ്കിൽ നിനക്കൊക്കെ അല്പമെങ്കിലും നാണമുണ്ട്. ഞാൻ കണ്ടുള്ള സ്ത്രീകളൊന്നും ഇങ്ങനെയല്ല കേട്ടോ. ഇത് അധികം നാൾ വില പോവില്ല എന്നുള്ളത് ഞാൻ എടുത്ത് പറയാണ്. കാരണം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? ഒരു പെണ്ണാണെന്നുള്ളൊരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പുരുഷനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന പരിപാടി, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനുള്ള ചുട്ട മറുപടിയായിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം പല വിഷയങ്ങൾ, ബോബി ചമ്മണിന്റെ വിഷയമായിക്കോട്ടെ, വിജയബാബുവിന്റെ വിഷയമായിക്കോട്ടെ, ഇപ്പൊ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിക്കോട്ടെ, എല്ലാത്തിനും ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആണൊരുത്തൻ ഇവിടെ ഉണ്ടെന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും പരാതിയുമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ആരോപണവുമായിട്ട് വരുന്ന എല്ലാ എണ്ണത്തിന്റെയും അണ്ണാക്കിലേക്കും അന്നനാളത്തിലേക്കും നിറയൊഴിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ അയാളുടെ ഒരു പ്രസ്താവനകൾ തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകുന്ന ആളുകളൊക്കെ ഉണ്ട്. അയാൾ ഒളിവിൽ പോയില്ലെങ്കിൽ അയാളെ കൊടുക്കാൻ പോകുന്ന കേസുകൾ പലതുമായിരിക്കും. നമുക്കറിയാം പ്രിയങ്ക കഴിഞ്ഞ ദിവസം വേറെ വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഒരാളെ എത്ര തവണ ബലാത്സംഗം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. അതേ ചോദ്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചോദിക്കേണ്ടത്. അതേ ചോദ്യം തന്നെയാണ് ഇവിടെയും പ്രസക്തമാകുന്നത്. ഒരു തവണ എന്ന് പറയുന്നതാണല്ലോ പീഡനം, അല്ലെങ്കിൽ ബലാത്സംഗം, അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നീട് ഉണ്ടാവുന്നതെല്ലാം സ്വന്തം അറിവോടുകൂടി തന്നെയല്ലേ. അപ്പൊ സ്വന്തം അറിവോടുകൂടി ചെയ്തൊരു ശാരീരിക ബന്ധം എങ്ങനെയാണ് തെറ്റാവുന്നത്? അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ശാരീരിക ബന്ധം തെറ്റല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ സ്വയരക്ഷാർത്ഥം അയാൾ ഒരു ഒളിവിലേക്ക് പോയിരിക്കുകയാണ്. അത് ഒളിവിലേക്ക് പോയിരിക്കുന്ന അയാൾ പേടിച്ചു പോയിരിക്കുന്നതല്ല, ഇവിടുത്തെ ഇരട്ടത്താപ്പ്, ഇവിടുത്തെ വൃത്തികെട്ട ഡബിൾ ഫാദർ സിൻഡ്രം ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അയാൾ ഒളിവിൽ പോയിരിക്കുന്നത്. അയാൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരികെ വരും. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകളെ എനിക്ക് മറ്റുള്ള പാർട്ടിയുടെ വിരോധമുള്ളത് കൊണ്ട് ഒന്നും ഞാൻ പറയുന്നതല്ല. ഇത് ആണുങ്ങൾക്കെതിരെ നടക്കുന്ന സ്ത്രീകളുടെ ഫെമിനിച്ചിത്തരമാണ്, അല്ലെങ്കിൽ ഫെമിനാസിത്തരമാണ്. ഇതിനെതിരെ തന്നെയാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ്, അല്ലെ അതിനെതിരെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനിയും രാഹുൽ ഈശ്വറിന് അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് നമ്മളുണ്ടാവും. അയാൾ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ ആ തെറ്റുകാരനെ വലിച്ചു കീറാനും നമ്മളിവിടെ ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.